AKG സെന്റർ ആക്രമണ കേസ് പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാനാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്തായാലും ഈ AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചു. അത് ഇപ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. പോലീസ് കസ്റ്റഡി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യഹർജിയിൽ വാദം നടന്നിരുന്നു. AKG സെന്റർ നേരെയുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ ഷാജഹാൻ എന്നാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്തന്നെയായ പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയാൽ വീണ്ടും രാജ്യം സാധ്യതയുണ്ടെന്നും 11ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്നുള്ളതുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ കേസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ക്രൈംബ്രാഞ്ച് നേരത്തെ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് ഹാജരാകാത്തതും വിദേശത്ത് പോയതെന്നുമായിരുന്നു പ്രതിക്ക് വേണ്ടിയുള്ള വാദം. എന്തായാലും AKG സെന്റർ ആക്രമണം നടക്കുമ്പോൾ സൂത്രധാരനായ സുഹൈൽ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം സുഹൈൽ ഷാജഹാനെ ക്രൈംബ്രാഞ്ച് വിവിധ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കഴക്കൂട്ടം, വെൺപാലവട്ടം എന്നീ പ്രദേശങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടന്നത്. ഈ AKG സെന്ററിൽ ആക്രമണം നടന്ന ദിവസം രാത്രി ഇയാൾ സഞ്ചരിച്ച വഴികളിലൂടെയായിരുന്നു പോലീസ് തെളിവെടുപ്പൊക്കെ നടത്തി. എന്തായാലും നേരത്തെ തന്നെ കുറ്റപത്രവും ഒക്കെ സമർപ്പിച്ച ഒരു കേസാണ്. പക്ഷേ ഇയാൾ ഈ രാജ്യം വിടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തിനനുസരിച്ചായിരുന്നു ഈ ജാമ്യം നിഷേധിച്ചത്. വിനോദ്. തീർച്ചയായും AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഇദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇന്ന് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിഷേധിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.